നമ്മളെ ഫോണിലൊരു ഫയൽ മാനേജർ ഉണ്ടാവും. ഈ ഫയൽ മാനേജറിലാണെങ്കിൽ ആയിരക്കണക്കിന് ഫയലുകൾ ഉണ്ടാവും. എന്തെല്ലാം ഫയലുകൾ, നമ്മളെ ഡോക്യുമെന്റ്സ്, ID കാർഡ് എല്ലാം അതിലുണ്ടാവും, ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ. എന്നാൽ അത്യാവശ്യത്തിനൊരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ID കാർഡിന്റെ ഒക്കെ ഫോട്ടോയിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ഭയങ്കര പാടാ. എവിടെയാന്ന് തപ്പിയാൽ കാണുകയല്ല, നോക്കി നടക്കലോട് നടക്കലായിരിക്കും. ഇതിനൊരു പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് എയറോഡോക്സ്. ഈ എയറോഡോക്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഓരോന്നും കാറ്റഗറി തിരിച്ചതിൽ സേവ് ചെയ്യാം. ഈ എയറോഡോക്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. നമ്മൾ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. നമുക്ക് ഏതായാലും ഇതൊന്ന് എങ്ങനെയാണെന്ന് നോക്കുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരിക. ഇവിടെ നിങ്ങൾക്ക് കാറ്റഗറി കാണാം, ഇഷ്ടംപോലെ കാറ്റഗറി: സെക്യൂർ വാലറ്റ്, ID കാർഡ്, ബാങ്ക് ഡോക്യുമെന്റ്, ഇൻഷുർ ഡോക്യുമെന്റ്, എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്, വെഹിക്കിൾ പ്രൂഫ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് ഞാൻ ഇതിൽ ഒരു ഡോക്യുമെന്റ് ID കാർഡ് ഡോക്യുമെന്റിൽ ഒന്ന് സേവ് ചെയ്തിരിക്കും. അതൊന്ന് എടുക്കുക. ഏത് ഡോക്യുമെന്റിലായാലും ഓപ്പൺ ചെയ്താലും ഇവിടെ ആഡ് ഡോക്യുമെന്റ് എന്നുള്ളിടത്ത് നിന്ന് നമുക്ക് നമ്മളെ ഗാലറിയിലുള്ള ഫയൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്യാമറയിൽ കൂടെ ഡയറക്റ്റ് സ്കാൻ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതിൽ പാസ്പോർട്ട് സേവ് ചെയ്തിരിക്കും. ഈ പാസ്പോർട്ട് അതൊന്ന് ഓപ്പൺ ചെയ്താൽ ഇതിലും കുറേ സംഭവങ്ങളുണ്ട്. നമുക്കിത് ഇവിടുന്ന് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാനാവും, ഷെയർ ചെയ്യാനാവും. അത് മാത്രമല്ലാണ്ട് ഇതിലുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ അല്ല ഇത്. ഈ ഫോട്ടോത്തിലുള്ള നമ്മളെ അഡ്രസ്സോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മാത്രം, ഒരു ഉദാഹരണം പറയാന്നേ, അതുപോലെ ഏത് ഡോക്യുമെന്റിലായാലും അതിലുള്ള 1-2 കാര്യങ്ങൾ മാത്രം നമുക്കൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആ ഫോട്ടോത്തിൽ നിന്ന് അത് നോക്കി കുത്തിഞ്ഞ് ടൈപ്പ് ചെയ്യല്ലേ, അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ മേലെ ഒരു ഐക്കൺ ഉണ്ട്, ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ ആ പാസ്പോർട്ടിലുള്ള കംപ്ലീറ്റ് ടെക്സ്റ്റും നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ഫോർമാറ്റിൽ വരും. ആവശ്യമുള്ള ഏതാണോ അതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് അഡ്രസ്സോ നമ്പറോ ഡീറ്റെയിലോ എന്തെന്നായാലും അത് സെലക്ട് ചെയ്തിട്ട് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഈസി ആയിട്ട് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് ഷെയർ ചെയ്യാം. സംഭവം വളരെ ഉപകാരമുള്ള ഒരു ഫയൽ മാനേജർ പോലെയുള്ള, ഫയൽ മാനേജർ എന്ന് പറഞ്ഞുകൂടാ, ഫയൽ മാനേജർ പോലെയുള്ള വളരെ ഉപകാരമുള്ള ഒരു സംഭവമാണ് ഈ എയറോഡോക്സ്. ചില സമയത്ത് നമ്മൾ ഒരു ഡോക്യുമെൻ്റ് ഒന്നും തപ്പി നടക്കാണ്ട് എടുക്കാനാവും. നമ്മൾ ഏത് കാറ്റഗറിയിലാണോ സേവ് ചെയ്ത് വെക്കുന്നത് ആ കാറ്റഗറിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എടുത്തങ്ങ് വിടാം. ആവശ്യക്കാർ മാത്രം ഉപയോഗിക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്, പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.